ഒരു രാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ 150ഓളം പേർ ബ്രിട്ടീഷ് കപ്പലുകളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന 342ഓളം തേയിലപ്പെട്ടികൾ കടലിലേക്കെറിഞ്ഞു. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനുള്ള ശക്തമായ പ്രതികാരം. നമുക്ക് നോക്കാം അമേരിക്കൻ വിപ്ലവത്തിന്റെ തുടക്കമായ ബോസ്റ്റൺ ടീ പാർട്ടി എന്തായിരുന്നുവെന്ന്. 1700കളിൽ അമേരിക്കൻ കോളനികൾ ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നു. ഫ്രഞ്ച് ഇന്ത്യൻ യുദ്ധം കഴിഞ്ഞ് ബ്രിട്ടീഷ് രാജ്യം കടബാധ്യതയിലായി. ഈ കടം തിരിച്ചടയ്ക്കാൻ ബ്രിട്ടീഷ് സർക്കാർ അമേരിക്കയിലെ ജനങ്ങളിൽ പുതിയ നികുതികൾ ഏർപ്പെടുത്തി. ടീ ആക്ട് ഓഫ് 1773 പ്രകാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രം അമേരിക്കയിൽ ടീ വിറ്റഴിക്കാമെന്ന് തീരുമാനിച്ചു. ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ചുമത്തിയ ഉയർന്ന നികുതിക്കെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധമുയർന്നു. അവിടുത്തെ ജനങ്ങൾ മുദ്രാവാക്യമുയർത്തി, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. നിങ്ങൾക്ക് നമ്മിൽ നിന്ന് നികുതി ഈടാക്കാം, പക്ഷെ നമുക്ക് സ്വയം ഭരണാവകാശം വേണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. 1773 ഡിസംബർ 16 അർദ്ധരാത്രിയിൽ ബോസ്റ്റൺ ഹാർബറിൽ എത്തിയ ഡാർട്ട്മൗത്ത്, എലനോർ, ബീവർ എന്നീ 3 ബ്രിട്ടീഷ് കപ്പലുകളിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ കയറി അവിടെ ഉണ്ടായിരുന്ന 342ഓളം തേയിലപ്പെട്ടികൾ കടലിലെറിഞ്ഞു. ഇന്നത്തെ ഏകദേശം 1 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന തേയില അവർ നശിപ്പിച്ചു. ബ്രിട്ടീഷ് രാജാവായ ജോർജ് മൂന്നാമൻ ഈ സംഭവം അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനാൽ ബ്രിട്ടീഷ് സർക്കാർ 1774 ഇൻടോളറബിൾ ആക്ട്സ് എന്ന പേരിൽ കഠിന നിയമങ്ങൾ കൊണ്ടുവന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നഷ്ടം തിരികെ നൽകുന്നതുവരെ ബോസ്റ്റൺ ഹാർബർ അടച്ചിടാനായി അവർ തീരുമാനിച്ചു. കോളനികൾക്ക് അധികാരം നഷ്ടമായി. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ നിയന്ത്രണം വർദ്ധിച്ചു. അമേരിക്കയിലെ ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ശക്തമായ പ്രക്ഷോഭങ്ങൾ തുടങ്ങി. ഇതിന്റെ സൂക്ഷ്മമായ ഫലമായി 1775 അമേരിക്കൻ വിപ്ലവം ആരംഭിച്ചു. ബോസ്റ്റൺ ടീ പാർട്ടി വെറുമൊരു തേയില സംബന്ധിച്ച സംഭവമല്ല, ഇത് സ്വാതന്ത്ര്യത്തിനായുള്ള ആദ്യപടിയായിരുന്നു. 2 വർഷത്തിനകം അമേരിക്ക ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ആരംഭിച്ചു, അവരുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ.